തെരഞ്ഞെടുപ്പ് ഫലമറിഞ്ഞ മെയ് 4 മുതൽ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച മെയ് 14 വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സ്പന്ദനങ്ങൾ പ്രേക്ഷകർ കണ്ടത്, ഭൂരിപക്ഷം പ്രേക്ഷകരും കണ്ടത് 24ലൂടെയാണ്. AI വീഡിയോകളിലൂടെ ഓരോ ദിവസത്തെയും രാഷ്ട്രീയ ചിത്രങ്ങൾ 24 കൃത്യം പ്രേക്ഷകർ എത്തിച്ചു കൊടുത്തു. 24ന്റെ AI വീഡിയോകൾക്ക് സമൂഹ മാധ്യമങ്ങളിലും വൻ സ്വീകാര്യത ലഭിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സന്തോഷഭരിതരാക്കുന്നു. Late celebration, a bit of a surprise. And there is a review. So let's have a look at this one. കാത്തിരിപ്പിന്റെ നാളുകളായിരുന്നു ഓരോ UDF പ്രവർത്തകരിലും. ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയത് 11ാം നാൾ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള നേതാക്കന്മാരുടെ മത്സരവും ക്രിക്കറ്റ് കളിയുടെ പശ്ചാത്തലത്തിൽ AI വീഡിയോയിലൂടെ 24 ആവിഷ്കരിച്ചു. Late celebration, a bit of a surprise. And there is a review. So let's have a look at this one. TV Empire Director, review for leg before. Start from the front foot, please. Yes, that's a process. നാൾ നീണ്ട കാത്തിരിപ്പും കേരളം കണ്ടത് 24ലൂടെ. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി AICC പ്രഖ്യാപിച്ചതും 24ലൂടെ പ്രേക്ഷകർ ആഘോഷമാക്കി. It has been decided that Shri V.D. Satishan be appointed as the leader of the state. പിന്നാലെ വി.ഡി. സതീശന്റെ വിജയം 24ലൂടെ. 24ന്റെ AI വീഡിയോകളിലൂടെ ജനം കണ്ടു, അല്ല ജനം ഏറ്റെടുത്തു. Shri V.D. Satishan കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലടക്കം 24ലൂടെ ജനം വി.ഡി. സതീശന്റെ പട്ടാഭിഷേകം ആഘോഷമാക്കി. ഇൻസ്റ്റാഗ്രാം പോളിലും മുൻപിലെത്തിയത് 24 തന്നെ. റിസർച്ച് ഡെസ്ക് 24. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്ദി. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് പ്രേക്ഷകർ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളെല്ലാം അറിഞ്ഞത് 24ലൂടെയാണ്. മാത്രമല്ല ഈ വോട്ടെണ്ണിയ ദിവസവും ഒരുപാട് പ്രേക്ഷകർ, ഏതാണ്ട് 6 ലക്ഷത്തോളം ആളുകൾ നമുക്കൊപ്പം ലൈവായി തുറന്നു. നമ്മുടെ സാറ്റലൈറ്റ് സംപ്രേഷണം വഴി ഉള്ള പ്രേക്ഷകർ കൂടാതെ യൂട്യൂബിൽ കണ്ടതാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലം അവിസ്മരണീയമാക്കാൻ നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. താങ്ക് യു മൈ ഡിയർ വ്യൂവേഴ്സ്.